ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മീൻ വയ്ക്കുന്നതെന്ന് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഞാൻ അത്ര എക്സ്പേർട്ട് കുക്കിംഗ് അല്ല. ഇന്ന് നമ്മളോട് എടുത്തിരിക്കുന്നത് അയിലാണ് കേട്ടോ. അപ്പോൾ അയില ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക് അരിഞ്ഞത് ഇതും കൂടി ഇട്ടു കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം എടുത്തു കേട്ടോ. പിന്നെ മുളക് പൊടി ഞാൻ നന്നായിട്ട് എടുക്കും കേട്ടോ. പക്ഷെ എനിക്ക് നല്ല കളറ് വേണം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണത്. അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ടും എനിക്ക് കളറ് പോരെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിൽ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒരു 2-3 കഷ്ണം പുളി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും. ആ വെള്ളം കൂടി ആഡ് ചെയ്തു. ഈ മീനിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ ഇത് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങാപ്പാലിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മീൻകറിയാണ് കേട്ടോ. ഞാൻ അത്ര എക്സ്പെർട്ട് കുക്കല്ല, പക്ഷേ ഈ മീൻകറിയൊക്കെ എൻ്റെ സക്സസ് ആണ്. നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം നമ്മൾ വലിയ എന്താ പറയുക, ഭയങ്കരമായിട്ട് സ്റ്റൈലിലൊന്നും ഞാൻ വെക്കാറില്ല. ഞാൻ എളുപ്പപ്പണികളാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ട് അതൊക്കെ നന്നായി വരാറുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് എൻ്റെ ഈ കറിക്ക് അത് ഓക്കെ ആയിരിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് പിന്നെ അഡീഷണൽ ആയിട്ട് ഇടേണ്ടി വരാറില്ല എനിക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യും. ഞാനെല്ലാം ഫിഷിൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത്. ഗ്യാസിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും സംഭവങ്ങൾ ഞാൻ ആഡ് ചെയ്തിരിക്കും. എന്നിട്ട് ഞാൻ എന്നിട്ടാണ് അടുപ്പ് കത്തിക്കാറുള്ളൂ. ഗ്യാസ് ഓണാക്കി നമ്മൾ വെയിറ്റ് ചെയ്യും. തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ഞാൻ അതിന് ശേഷം കുറച്ച് കരിവേപ്പില ലാസ്റ്റും കുറച്ച് ചേർക്കും. അതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയൊക്കെ നമ്മുടെ മുകളിൽ നിന്ന് എടുത്താണ് കേട്ടോ. മുകളിൽ എൻ്റെ വേപ്പിൽ നിന്ന് എടുത്താണ്. ബാക്കി അപ്പം നമ്മൾ ആ സമയത്തിൽ അത് തിളക്കട്ടെ. ഇപ്പുറത്ത് മീൻ വറുക്കാനായിട്ട് കേട്ടോ. അയിലാണ് തന്നു വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും തിള വന്നു കേട്ടോ. ഞാനങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വെച്ച് ചെയ്തതല്ല. പക്ഷെ എനിക്ക് തോന്നിയപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാം അരിഞ്ഞൊക്കെ വെച്ച് പിന്നെ അതിലിട്ട് എന്താ പറയുക ഓയിലൊഴിച്ച് അങ്ങനെയൊന്നും വെക്കാറില്ല. ഇതാണ് എൻ്റെ സിമ്പിൾ കറി. അപ്പോൾ ഇത് തിളച്ച് വരുംതോറും ഇതിൻ്റെ കളറ് മാറി വരും കേട്ടോ. ഇപ്പോൾ ആ കളറിലല്ലോ, കുറച്ചും കൂടെ നന്നായിട്ട് ഇതായില്ല. ഇപ്പോൾ ഏകദേശം മീനൊക്കെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇറക്കണതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്നും വെക്കാറില്ല. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യും നമ്മൾ. എന്നിട്ട് നമ്മൾ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ, നോർമൽ കോക്കനട്ട് ഓയിൽ, അതും കൂടി. അപ്പോൾ ഞാൻ നോക്കുകയാണ് കേട്ടോ എങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് എങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ പക്കയാണ്. ഒന്നും എക്സ്ട്രാ എനിക്ക് ഇടേണ്ടി വന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. അപ്പം നമ്മളിവിടെ കുറച്ച് ദിവസമായിട്ട് മീൻ വാങ്ങിക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല മീനാണ്. ലാസ്റ്റ് നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മീതെ ഒഴിക്കും കേട്ടോ. ഒഴിച്ചിട്ട് നമ്മളൊന്ന് ആ കലം ജസ്റ്റ് ചുറ്റിച്ചിട്ട് നമ്മൾ ഇറക്കി വയ്ക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ എന്താ പറയുക സിമ്പിൾ മീൻകറി. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ ഉലുവ എന്നും ഞാൻ ചേർക്കാറില്ല. ഉലുവയിട്ട് ഇതൊക്കെ വഴറ്റിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഈ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാക്കിയാലും മീൻകറി നന്നാവുമെന്നാണ്. അത്ര സ്റ്റൈലിലൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതുപോലെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്.
പക്ഷേ എൻ്റെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇത്തിരി ലൂസായിട്ട് നമുക്ക് തോന്നും കേട്ടോ, കുറച്ച് ചാറുള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ അത് ഓക്കെയാണ് കേട്ടോ, എന്താ പറയുക, അത് നല്ല സെറ്റായിട്ട് വരും. അപ്പം ഇത് രാത്രിയാണ് കേട്ടോ, ഞാൻ ഇവിടെ നിന്ന് എനിക്ക് വർക്ക് കഴിഞ്ഞ് സലൂണിൽ നിന്ന് എത്തിയത് ഒരു 8 മണി ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എനിക്ക് കണ്ട മീൻകളുടെ കളർ നോക്കി കണ്ട. ഇപ്പം ഇത്തിരി ലൂസായിട്ട് തോന്നിയാലും ഇത് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ രാത്രിയല്ലേ വെക്കുന്നത്, അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ കണക്കാക്കിയാണ്. അപ്പം എനിക്ക് രാവിലെ ഇത്തിരി ജോലിയൊക്കെ കുറയുമല്ലോ, ജസ്റ്റ് ഒന്നും കൂടി തിളപ്പിച്ചാൽ മതി, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ശരിക്കും മീനിലേക്ക് നന്നായിട്ട് പുളി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ മീൻകറി റെഡിയായി. അപ്പം ഞാൻ വിചാരിച്ചു വെച്ചപ്പോൾ തന്നെ എനിക്കും അന്ന് തന്നെ അപ്പം തന്നെ കഴിക്കാനായിട്ടാണ് ഞാൻ വിചാരിച്ചൊന്നൊരു കാര്യം ചെയ്യാൻ, ചോറുണ്ടേക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മീൻകറിയുടെ കളർ നോക്കി, നല്ല ഭംഗിയില്ലേ കാണാൻ, ഭംഗി പോലെ തന്നെ ടേസ്റ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അമ്മൂന് മീനായതുകൊണ്ട് മുള്ള് ഭയങ്കര പേടിയാണ്, അപ്പം ചോറ് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനും അമ്മ കൂടി ചോറ് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ ചോറെടുത്ത്, എനിക്ക് അമ്മൂനുള്ള ചോറാണ് കേട്ടോ എൻ്റെ ഇല കൊച്ചിന്. അപ്പം ഞാനും അമ്മയും കൂടി ഊണ് കഴിക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ ചോറെടുത്തു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉള്ളിയും ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. അപ്പം അത് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പം മൂത്ത കുട്ടിക്ക് മീനായതുകൊണ്ട് ചോറ് വേണ്ടെന്ന് പറഞ്ഞത്, അങ്ങനെ മീനൊന്നും കൂട്ടില്ല. അപ്പം ഞങ്ങൾ ഉള്ളി ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടി കേട്ടോ, ബാക്കി ഉണ്ടായിരുന്നത് അതിട്ടു. അതിന് ശേഷം അപ്പോൾ ഉച്ചയ്ക്ക് തീയലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് അത് മതി, തീയൽ മതി, മീൻകറി വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തീയൽ അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ചോറുണ്ടേക്കാണ്. അപ്പോൾ അതെ അയില വറുത്തത് ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം അമ്മൂന്, അങ്ങനെ 2 അയില വറുത്തെടുത്തു. കുറച്ച് കറിയും കൂടെ എടുത്തേക്കാന്ന് വെച്ചു. തീയൽ എനിക്കിഷ്ടമല്ലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ സാധാരണ ഞാൻ അങ്ങനെ മീൻകറിയൊന്നും വെക്കുമ്പോൾ എടുക്കാറില്ല, ഭയങ്കര തിരക്കാണ്, എടുക്കാനൊന്നും നമുക്ക് അതിനുള്ളൊരു ടൈം എനിക്ക് കിട്ടാറില്ല. പക്ഷെ ഇന്നെന്തോ എനിക്ക് അങ്ങനെ എടുക്കണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ചോറിൻ്റെ മീതെ കുറച്ച് മീൻകറിയും കൂടി ഒഴിച്ചു കേട്ടോ. അത്യാവശ്യം കാണുന്ന പോലെ നല്ല എരിവുണ്ടായിരുന്നു, നമുക്ക് ആവശ്യത്തിന് എരിവുണ്ടായിരുന്നു. കളർ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. മറ്റേ നോർമൽ മുളക് പൊടി യൂസ് ചെയ്താൽ ഈ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര എരിവായി പോവും. അപ്പം അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മീൻകറി എടുത്തു. അപ്പോൾ ഇനി ഉണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ടാറ്റാ.